ജനങ്ങളാകെ പൊതുവിട്ടിക്കുക. ഇവിടെ അധികാരവർഗ്ഗങ്ങൾ കണ്ണു തുറക്കണം. വളരെ ബുദ്ധിപൂർവം നമ്മുടെ ഭരണാധികാരികൾ പാലങ്ങളും എല്ലാം സൃഷ്ടിക്കണം. അപ്പം വളരെ നല്ല ലൈഫ് നമുക്ക് നൽകുന്നതിന് ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇത് വെറുതെ അല്ലേ, ഇതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ, ഒരു കാര്യമല്ല. ഞങ്ങളിപ്പോൾ ഒരു മണിക്കൂർ നേരമായി ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വാഗ്ദാനങ്ങളിൽ ഇടം നേടാൻ മാത്രമാണോ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ്? അങ്ങാടിപ്പുറത്ത് ഈ വിധം വാഹനക്കുരുക്കേറുമ്പോഴും അധികൃതർ അനങ്ങാപ്പാറകളാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അന്നും ഇന്നും എന്നും അങ്ങാടിപ്പുറത്തെ പ്രധാന വാർത്ത ബ്ലോക്ക് തന്നെയാണ്. പാലവും റോഡും ഉൾപ്പെടുന്ന ഒരു 2 കിലോമീറ്റർ ദൂരം താണ്ടാൻ 2 മണിക്കൂർ കാത്തുകിടക്കേണ്ടി വരുന്ന ഒരു നശിച്ച ബ്ലോക്ക്. കടന്നു പോകുന്നവരെല്ലാം ഒരു കെണിയിലകപ്പെട്ടതുപോലെയാണ്. വീതി കുറഞ്ഞ പാലമാണ് ബ്ലോക്കിന് കാരണമെന്നാണ് ഇതുവഴി കടന്നുപോകുന്നവരിൽ ഏറിയ പങ്കും പറയുന്നത്. കുറച്ചുകൂടി വീതിയിൽ തളി ജംഗ്ഷൻ വരെയെങ്കിലും പാലം നീട്ടിയിരുന്നെങ്കിൽ ബ്ലോക്ക് ഒഴിവാക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ഏതായാലും റെയിൽവേ ഗേറ്റ് പലവുരു അടയ്ക്കുമ്പോഴുണ്ടാകുന്ന ബ്ലോക്ക് മാറ്റാൻ പണിഞ്ഞ അങ്ങാടിപ്പുറം മേൽപ്പാലം എഞ്ചിനീയറിംഗ് പോരായ്മയുടെ മകുടോദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് പലരും. പാലത്തിന്റെ പ്രശ്നം, അതായത് പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്ലാനിങ് എഞ്ചിനീയറിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും, ഞാൻ എറണാകുളത്ത് നിന്ന് വരുവാണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു 2 മണിക്കൂറോളം അപ്പർ സൈഡിൽ കിടന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകാനും 2 മണിക്കൂർ എടുത്തു. ഇങ്ങനെ തന്നെ വളരെ ബുദ്ധിപൂർവം നമ്മുടെ ഭരണാധികാരികൾ പാലങ്ങളും എല്ലാം സൃഷ്ടിക്കണം. അപ്പം വളരെ നല്ല ലൈഫ് നമുക്ക് നൽകുന്നതിന് ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് ചെയ്തത്. ഈ മേൽപ്പാലം അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ അത് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അറിയാം, ഇതിപ്പോൾ ചെറിയൊരു പാലം ഈ റെയിലിൻ്റെ അപ്പുറത്തേക്ക് കൊടുത്തു എന്നുള്ളൂ. ഇത് കുറച്ച് ലോങ്ങിലാണെങ്കിൽ ഈ ബ്ലോക്ക് ഒരു ഇതിലും അറിയപ്പെട്ടിരുന്നില്ല. ഇത് വെറുതെ അല്ലേ, ഇതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ, ഒരു കാര്യമല്ല. അങ്ങനെ പറയാനുള്ളത്. എത്ര ആളെ ബുദ്ധിമുട്ട്. ഒരു ആംബുലൻസ് ബസ്സുകളൊക്കെ ഇപ്പോൾ റൈറ്റ് സൈഡ് കൂടി കയറി പോവാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആ ടൈമിൽ അവിടെ എത്തണം. ഒക്കെ റോങ് സൈഡ് കൂടി. അത് വല്ല ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഒക്കെ റോങ് കൂടിയാണ് ഇപ്പോൾ വണ്ടികൾ പോയത്. ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും എന്നുവേണ്ട ഇതുവഴി ആതുരാലയ നഗരിയിലേക്ക് കടന്നുപോകുന്ന രോഗികളും ഈ അഴിയാ കുരുക്കിന്റെ ഇരകളാണ്. മഴക്കാലത്ത് ഈ കുരുക്ക് ഒന്നുകൂടി മുറുകും, നഗരത്തെ ശ്വാസം മുട്ടിക്കും. അങ്ങാടിപ്പുറം മലപ്പുറം റോഡും വളാഞ്ചേരി റോഡും കൂടാതെ സകല റിംഗ് റോഡുകളും ബ്ലോക്കാവും. മഴക്കാലത്ത് പാലത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മഴവെള്ള സംഭരണികളായ കുഴികളാണ് രാവിലെ തുടങ്ങിയാൽ നേരമിരുട്ടിയാലും തീരാത്ത വാഹനക്കുരുക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഈ ബ്ലോക്കിങ്ങിനെ പൊതുജനത്തിന്റെ സമയം കവർന്നെടുത്തിട്ടും പൊതുജനം വലഞ്ഞിട്ടും അധികൃതർക്കൊന്നും ഇതൊരു വിഷയമേ ആയിട്ടില്ല. നടപടി വേണമെന്നും പരിഹാരം കാണണമെന്നും തോന്നിയിട്ടില്ല. കൊടിവെച്ച കാറിലെത്തുന്നവർക്ക് വേണ്ടി ബ്ലോക്ക് ഒഴിഞ്ഞു മാറുമെങ്കിലും സാധാരണക്കാരുടെ ചങ്കിലിപ്പോഴും ഈ കുരുക്കുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ ബ്ലോക്കിനെതിരെ ജനരോഷം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഒരു കോണിൽ. ജനങ്ങളാകെ പൊതുവിട്ടിക്കുക. ഇവിടെ അധികാരവർഗ്ഗങ്ങൾ കണ്ണു തുറക്കണം. ആരായാലും ശരി, MLA ആയാലും ശരി, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആയാലും ശരി, പഞ്ചായത്തായാലും ശരി, ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും. ഇത്രയേ ഉള്ളൂ. കൊച്ചുകുട്ടികളോട് ഈ ബ്ലോക്കിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ആണെന്ന് ഉത്തരം പറയും. പക്ഷേ അത് നടപ്പിലാക്കാനും ഫയലിലുറങ്ങുന്ന ബൈപ്പാസിനായി പോരാടാനുമുള്ള ഇച്ഛാശക്തി ഒരു ജനപ്രതിനിധികളും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കേവലം ഒരു അങ്ങാടിപ്പുറത്തുകാരനോ പെരിന്തൽമണ്ണക്കാരനോ മാത്രമല്ല ഈ തീരാക്കുരുക്കിന്റെ ദുരിതം പേറുന്നത്. നാനാദിക്കിൽ നിന്നും ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ആതുരാലയ നഗരത്തിലേക്കുള്ള മാർഗം കൂടിയാണിത്. ₹1 ടോക്കണിനപ്പുറത്തേക്ക് ബജറ്റിൽ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഇടം വേണം. കേവലം തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലെ വോട്ട് നേടാനുള്ള തുറുപ്പുചീട്ടിനപ്പുറത്തേക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള ഗഡ്സ് അധികൃതർ കാണിക്കണ്ടേ? ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ ₹500 തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.